ഇന്നിപ്പോൾ ഇവിടെ ശനിയാഴ്ച രാവിലെ 8 മണിയായിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മൂടൽ മഞ്ഞാണ്, നല്ല തണുപ്പുണ്ട്. 8 മണിയായിട്ടുണ്ടെങ്കിലും നേരം വെളുത്തിട്ടില്ല കേട്ടോ. നല്ല രാത്രി ചെറുതായിട്ട് മഴയൊന്ന് പൊടിഞ്ഞിട്ടുണ്ട്. ഇന്ന് മഴ പറഞ്ഞിട്ടുണ്ട്. വലിയ മഴയില്ല, എന്നാലും ചെറുതായിട്ട് ചാറ്റൽ മഴ പറഞ്ഞിട്ടുണ്ട്. നല്ല സൈലൻ്റ് ആയിട്ടാട്ടോ ഇരിക്കുന്നത്. അങ്ങോട്ടേക്ക് ഒന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റണില്ല, നല്ല മൂടൽ മഞ്ഞുണ്ട്. അടുത്ത ആഴ്ച ഇവിടെ ഐസ് വീഴുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത ബുധനാഴ്ച വീഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെന്നെ വീഡിയോ കാണിക്കാം കേട്ടോ. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ കിളികളൊന്നും അധികമൊന്നും ഇല്ല കേട്ടോ. നല്ല തണുപ്പ് തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് കുറേ കിളികളൊക്കെ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കിളികളുടെ വലിയ സൗണ്ടൊന്നും കേൾക്കണമെന്നില്ല. ഇവിടെ കുരുവികളുണ്ട് കേട്ടോ. അവർ തണുപ്പ് തുടങ്ങിയാലും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇന്ന് ഞങ്ങള് എന്താ നോക്കിയേ, കുറച്ച് മുളക്കോലും കൊണ്ടിട്ടാണ് വന്നേക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മള് സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോട്ടാ. നമ്മുടെ നാട്ടിലൊക്കെ റോഡിൽ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ വലിയ സ്റ്റാർ തൂക്കിയിട്ടില്ലേ, അതേപോലത്തെ സ്റ്റാറാണ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണത്. ഞങ്ങള് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ പ്രോത്സാഹനം ഉണ്ടാക്കി നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പ്രോത്സാഹനം പണ്ട് ചെറുതായിരിക്കുമ്പോൾ സ്ഥിരം എല്ലാ വർഷവും സ്റ്റാർ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഇങ്ങനെ നാട്ടിലൊരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റാർ തൂക്കിയിട്ടാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ പ്രോത്സാഹനം എടുത്ത് പറഞ്ഞു. പ്രോത്സാഹനം പറഞ്ഞു നമുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഈ മുളയുടെ പോലെ ഞങ്ങളുടെ അവിടെ വീട്ടിലുണ്ടായത് കേട്ടോ. ഫ്രഷ് ആയിട്ട് രാവിലെ പോയിട്ട് വെട്ടിയെടുത്താണ്. ഈ കോലി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റാർ ഭയങ്കര വലിപ്പം ഉണ്ടാകുന്ന തോന്നുന്നത്. ഇത് വലിയ സ്റ്റാർ ആവില്ലേ? നമുക്കത് 5 കോലാണ് ഇതിന്റെ ആവശ്യം. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് വലിയ മുളയാണെങ്കിൽ 1 മുള മതി. അതുകൊണ്ട് നമ്മൾ 10 ഇങ്ങനെ സ്ലൈസ് ഉണ്ടാക്കുക. നമുക്ക് എത്ര നീളമാണ് സ്റ്റാറിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇതിലെ ഹൈറ്റിൽ കട്ട് ചെയ്തിട്ട് ഇത്ര പീസ്. ഇത്ര ഹൈറ്റ് വേണമെങ്കിൽ ഇത്ര ഹൈറ്റ് എടുക്കണം. നമുക്ക് നല്ല ഹൈറ്റ് നമ്മൾ നമ്മളിത് 3.5 അടിയാണ് ഉള്ളത്. 3.5 feet ആണ് എടുത്തോളാം. ഈ ഇതേപോലത്തെ 5 എണ്ണം ചെറിയ മുളയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയ മുളയാണ് കിട്ടുക. ആ മുള നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 10 പീസായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്യണം. കത്തി വെച്ചിട്ട് നമുക്കത് സ്ലൈസ് ചെയ്യാം. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് 2 പീസായിട്ട് സ്ലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാറിന് 5 സൈഡാണ് വരുന്നത്. അത് നമ്മൾ ഡബിൾ ചെയ്യണം. അപ്പോൾ 10 പീസസ് ഉണ്ടാക്കണം. അപ്പോൾ ഇതെന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് ചെറുതായതുകൊണ്ട് നമ്മളിപ്പോ ഇത് ഒരെണ്ണത്തിനെ രണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. നാട്ടിലെ മുള ഇങ്ങനെ തന്നെയാണോ? അല്ല, ഇതിലും ഫലം ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ മുളയ്ക്ക് നല്ല വലിപ്പമുണ്ട്. അപ്പൊ അത് ഇങ്ങനെ 10 എണ്ണമായിട്ട് കട്ട് ചെയ്താൽ മതി. ഇത് ഫ്ലെക്സിബിൾ ആയിരിക്കണോട്ടാണ് എപ്പോഴും നല്ലതാണ്. അയ്യോ, കിട്ടിയില്ല. അവരുടെ പാതി വെച്ച് പോയി. പക്ഷേ കുഴപ്പമില്ല. കുഴപ്പമില്ല, ഇത്ര വലുപ്പം മതി. ഈ മുളക്ക് തീരെ ഇതില്ലട്ടോ, ബലമില്ല. നമ്മുടെ നാട്ടിലെ മുളക്ക് ഇത്രക്ക് ബലം ഉണ്ടാവുള്ളൂ. ഇതിലും ബലം ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലെ മുളക്ക് നമ്മുടെ നാട്ടിൽ നല്ല ബലമുള്ള മുളയുണ്ടാവും, ബലമില്ലാത്ത മുളയും. പിന്നെ അത്രയ്ക്ക് അങ്ങനെ വലിയ സ്ട്രോങ് ഒന്നും ആയിരിക്കും. ഇതിപ്പോ നമ്മള് ആദ്യത്തെ മുളേനെ നമ്മൾ
3 പീസായിട്ടാണ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എല്ലാം കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല പീസ് നോക്കിയിട്ട് എടുക്കാം. പൊളിക്കരുത്, ഞാൻ ചിട്ടിക്കട്ടെ. ഇത് നമ്മൾ വിചാരിക്കണ പോലെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഈസി അല്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന സൈഡിലേക്കൊന്നല്ല ഇതിൻ്റെ പോക്ക്. കാരണം ഇത് എവിടെയെങ്കിലും സ്ഥലത്ത് ചെറുതായിട്ട് പിള്ളേർ വീണിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളിങ്ങനെ വെട്ടി വെട്ടി വരുമ്പോൾ ആ വഴിക്ക് മാത്രമേ അത് പോകണുള്ളൂ. എന്തായാലും പേടിക്കുമ്പോൾ നമുക്ക് കിട്ടിയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വേറെ മുളയുണ്ട്, നമുക്കത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് പച്ച നേരത്തെ എടുത്തത് ഉണക്കിയായിരുന്നുണ്ട്. അത് ഞങ്ങളിവിടെ മറ്റേ നമ്മൾ പച്ചക്കറികൾക്ക് കുത്തു കൊടുത്തിരുന്നായിരുന്നു ഉണക്ക. അതിവിടെ ഇരിക്കുന്നുണ്ട്, ഉണക്ക ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ മറ്റേ നമ്മുടെ നാട്ടിലെ പോലത്തെ വലിയ മുളയിട്ടല്ലോ, അത് ഇവിടെ ഇല്ല കേട്ടോ. അവിടെ ഒരു വേറെ മുളക് അപ്പൊ നമ്മുടെ ആസ്പിൻ ഇവിടെ വന്ന് നിൽക്കണുണ്ട് കേട്ടോ. ആള് വടിയെ കണ്ടിട്ട് പേടിച്ചിരിക്കാൻ തോന്നുന്നു. ആള് അവിടെ അപ്പുറത്ത് നിൽക്കണുണ്ട്. ചെറുതാവൂലല്ലോ, അത്യാവശ്യം നല്ല വലുപ്പം വേണം കേട്ടോ. ഇതിമ്മ പേപ്പർ ഒട്ടിക്കാൻ കുറെ സമയം എടുക്കും. അതല്ല അപ്പൊ നമ്മള് നമ്മുടെ വടികളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒരെണ്ണത്തിന് നമുക്ക് 2 ആയിട്ട് അങ്ങനെ കട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അത് കട്ട് ചെയ്തപ്പോൾ അതിന് ഇഷ്ടമുള്ള വഴിക്കൊക്കെ അത് പോയി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നല്ലത് നോക്കിയിട്ട് നമുക്ക് 10 പീസ് അല്ലേ വേണമെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് നല്ലത് നോക്കിയിട്ട് 10 പീസ് എടുക്കാം. അല്ല, ഈ മുള വെച്ചിട്ട് മാത്രമേ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ. സാധാരണ ഈ കനം പറഞ്ഞ വേറെ കോല് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. കമ്പി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറയണേ. പിന്നെ മരത്തിന്റെ ചെറിയ ചെറിയ കനം പറഞ്ഞ പീസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇത് ഇങ്ങനെ വെക്കുമ്പോ ഇത് സെന്ററിൽ വെക്കാനാണ് ഈ കോല്. അതാണ് ഈ സ്റ്റാറിന് പൊന്തിച്ചിരിക്കുന്നത്. അതല്ല, സാധാരണ മരം കൊണ്ട് വെക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പറ്റാത്ത എന്താ? ഈ മുളയ്ക്ക് പകരമായിട്ടുണ്ടല്ലോ സാധാരണ മരം ഉണ്ടല്ലോ, ഇത്രയ്ക്ക് കനമുള്ള മരം കിട്ടൂലോ, ചെറിയ കോല്. അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്താ ഉണ്ടാക്കാൻ പറ്റും? മുള അല്ലെങ്കിൽ ഈറ്റ. മുളയും ഈറ്റ ഒന്നല്ലേ? ഈറ്റ വ്യത്യാസമുണ്ട്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഒന്നല്ലെങ്കിൽ മുള വേണം, അല്ലെങ്കിൽ ഈറ്റ വേണം, അല്ലെങ്കിൽ കമ്പി വെച്ചിട്ട് ഉണ്ടാക്കാന്ന് പറയുന്നത്. മറ്റേ മരം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ മുള ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള സംഘടിപ്പിച്ചെടുത്തോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഈസി എന്നാണ് പോൾസേട്ടൻ പറയുന്നത്. പോൾസേട്ടൻ എവിടെ ഉണ്ടാക്കാറ്? വീട്ടിലുണ്ടാക്കാറ്, പള്ളിയിലുണ്ടാക്കാറ്? വീട്ടിലുണ്ടാക്കാറുണ്ട്, പള്ളിയിലുണ്ടാക്കാറുണ്ട്. വീട്ടിലുണ്ടാക്കാറുണ്ട്, പള്ളിയിലുണ്ടാക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഉണ്ടാക്കിയിട്ട് കുറെ വർഷങ്ങളായിട്ടുണ്ട് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് പിന്നെ ഒന്നും ഉണ്ടാക്കി കണ്ടിട്ടില്ല. പിന്നെ ഈ വർഷം പിന്നെ എല്ലാവർക്കും കൊറോണയൊക്കെ ചെയ്തുകൊണ്ട് വേണ്ട നേരമുണ്ട്. എല്ലാരും എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അധികം പുറത്തേക്കൊന്നും പോണില്ല. അപ്പൊ എന്റെ ഒരു ചേച്ചി ഇവിടെ ന്യൂയോർക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ചേച്ചി ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ വീട്ടിലെ പുൽക്കൂട് ഉണ്ടാക്കിയേക്കണം, പുറത്ത് വലിയ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ ചേച്ചി പറയായിരുന്നു, ചേട്ടന് ഇപ്പൊ കൊറോണയൊക്കെ ആയതുകൊണ്ട് വീട്ടില് കുറെ സമയമുണ്ട്, അപ്പൊ ഉണ്ടാക്കിയിടാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്, വലിയ കൂടായിട്ട് ഉണ്ടാക്കിയത്.
അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വർഷം എല്ലാവരും എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കും തോന്നണം. ഈ വർഷം പിന്നെ ആർക്കും മറക്കാൻ വേണ്ടി പറ്റാത്ത ഒരു വർഷമുണ്ടോ. അതേപോലത്തെ ഒരു ക്രിസ്മസ് നമുക്ക് വരാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ അതാ ഇത്രയും വലിപ്പമുള്ളതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ കോലിലേക്ക് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്റ്റാറാണ് ഇഷ്ടം. അപ്പോഴുള്ള കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവാം. ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ സാധാരണ സ്റ്റാറിന്റെ അത്രയ്ക്ക് വലിപ്പമല്ലേ ഉണ്ടാവുള്ളൂ. ഇവിടെ പിന്നെ സാധാരണ സ്റ്റാർ ആരും പുറത്തിടില്ല കേട്ടോ. കാരണം ഇവിടെ സ്നോ ഒക്കെ വീഴും. പിന്നെ ചില സമയത്ത് ഭയങ്കര കാറ്റൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് സ്റ്റാർ എല്ലാവരും വീടിന്റെ അകത്താണ് ഇടുന്നത്. പക്ഷെ ഈ സ്റ്റാറിന് നമുക്ക് ഇനി പേപ്പർ ഒട്ടിക്കണമല്ലോ. അപ്പൊ ഞങ്ങൾ ഈ പ്ലാസ്റ്റിക്കിന്റെ പേപ്പറാണ് ഒട്ടിക്കാനായിട്ട് വിചാരിക്കുന്നത്. പേപ്പർ വാങ്ങിച്ചിട്ടില്ല. ഇതിന് ഷേപ്പ് ആക്കി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്കുള്ള പേപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ പ്ലാസ്റ്റിക് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് വെക്കാന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ. അപ്പൊ ഇവിടങ്ങളിൽ അങ്ങനെ നമ്മള് ഇന്നേ വരെ കണ്ടിട്ടില്ല കേട്ടോ ഇതേപോലത്തെ ഇങ്ങനത്തെ സ്റ്റാർ. സാധാരണ നമ്മൾ ഈ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുന്ന സ്റ്റാറാണ് കാണാറ്. പക്ഷെ അങ്ങനത്തെ സ്റ്റാർ ആയിരുന്നാലും ഇവിടെ വീടുകളിലേക്ക് ഇടുന്നത് ഭയങ്കര കുറവാണ്. നമ്മുടെ നാട്ടിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിന്റെ സമയമാകുമ്പോൾ എല്ലാവരും വീടുകളിൽ ഇടുമല്ലോ. പക്ഷെ ഇവിടെ വളരെ കുറവാണ്. അതേപോലെ സ്റ്റാർ വീടുകളിൽ ഇടുന്നതായിരുന്നാലും വളരെ കുറവാണ്. പിന്നെ ഇടുന്നത് മലയാളീസാണ് പിന്നെയും കൂടുതൽ ഇടുന്നത്. പിന്നെ സ്റ്റാറൊക്കെ ആയിരുന്നാലും നമ്മുടെ നാട്ടില് ഒരുപാട് ഭംഗിയുള്ള വെറൈറ്റി സ്റ്റാറുകളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ ഐക്യയിലാണ് ഞാൻ സാധാരണ സ്റ്റാർ കാണാറുള്ളത്. അതിങ്ങനെ എന്താ പറയാ കുറെ വെറൈറ്റി ഒന്നും ഉണ്ടാവില്ല. ആകെ കൂടി ഞാനൊരു 2 ടൈപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടില് കുറെ വെറൈറ്റികൾ ഉണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ സ്റ്റാർ നമ്മൾ റെഡി ആക്കി കഴിഞ്ഞിട്ട് വേണം പുറത്ത് തൂക്കാൻ വേണ്ടിട്ട്. അപ്പൊ റോട്ടിൽ കൂടെ പോണ ആൾക്കാരൊക്കെ എന്തായിരുന്നാലും നോക്കാണ്ടിരിക്കില്ല. അയ്യോ ഇത് ചെറുതാണല്ലോ പോസേട്ടാ. പോസേട്ടാ ഇത് പറ്റില്ല, ഇത് കുഞ്ഞിതാ. We can make 2. ഇല്ല പോസേട്ടാ ഇത് ചെറുതാണ്. പോസേട്ടാ കുറച്ച് ചെറുതാണ്. അപ്പൊ ഇവിടെ പോൾസൈഡ് എന്താ സ്റ്റാർ ആക്കി വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണ് അതിന്റെ അളവൊക്കെ കറക്റ്റ് ആക്കിയിട്ട് കട്ടിങ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായിരുന്നാലും ഇത് കണ്ടുകഴിഞ്ഞിട്ട് അടുത്ത വർഷം ഞാൻ തന്നെ സ്റ്റാർ ഉണ്ടാക്കും. ഞാൻ ഹാസ്പി സത്യം പറഞ്ഞ വഴിക്ക് പറഞ്ഞിട്ടുണ്ട്. ആൾ അവിടെ നിന്നിട്ട് നോക്കുന്നുണ്ട്. എനിക്കാണോ ഈ കോലം കണ്ടുകഴിഞ്ഞപ്പോൾ ആള് പേടിച്ച് നിൽക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ പോകുമ്പോൾ അവിടെ വന്ന് ഇരിക്കാറുണ്ട്. പക്ഷെ ആള് അങ്ങോട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ടേക്ക് അധികം വരുന്നുണ്ട്. വേറെ പോസേട്ടൻ ചെത്തി മിനിക്കൊണ്ടിരിക്കാട്ടെ. അപ്പൊ ഈ മുളക്കോല് നമുക്ക് കുറച്ചുകൂടി ആവശ്യമുണ്ടായിട്ടാണ്. നമ്മുടെ എല്ലാ മുളക്കോലും നമുക്ക് അത്രയ്ക്ക് വിചാരിച്ച പോലെ അത്രയ്ക്ക് നന്നായി കിട്ടില്ല. പക്ഷെ നമ്മുടെ അടുത്ത് മുള വേണ്ടതുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഉണങ്ങിയതിനേക്കാളും നല്ലത് പച്ചയെന്ന വളർത്തണം പറയണം. ഉണങ്ങിയതിന് പിന്നെ തീരെ ബലമൊന്നും ഉണ്ടാവില്ലല്ലോ. നാട്ടിലെ മുള എനിക്ക് കൃത്യമായിട്ട് അറിയില്ലട്ടോ. പക്ഷെ ഇവിടുത്തെ മുള നമ്മൾ പച്ചക്കറിക്കൊക്കെ ആയിരുന്നാലും കുത്തു കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താങ്ങ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബലത്തിലൊന്നും നിൽക്കത്തൊന്നുമില്ല. പിടിക്കണോ? അല്ല ഇതിൽ നിന്നാണോ പോലത്തെ ചൂരിലുണ്ടാകണേ? ചൂരില് കൊണ്ടല്ല ഉണ്ടാകണേ അല്ലേ? അതിനാണ് ചൂളയോ? എന്തിനാ? ചൂരിലുണ്ട് വേറെ ഉണ്ട്. വേറെ ഉണ്ടോ? ഓ അതിന്റെ സ്റ്റിക്ക് കിട്ടാണെങ്കിൽ നല്ലതാണ് അല്ലേ? ഇങ്ങനെ ഉണ്ടാക്കണം. അത് ചൂരിലുണ്ടാക്കുന്നത് അത് ഉണക്കി പുഴുങ്ങി ഉണക്കിയിട്ട് ഇങ്ങനത്തെ മുള. നമ്മുടെ നാട്ടിൽ അലീന ചൂരൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. What is that? തല്ലാൻ വേണ്ടിട്ട് എടുക്കണതാ. ഈ ചൂരൽ എന്ന് പറഞ്ഞ കസേരക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുക്കൂട്ടാ. പിന്നെ നമ്മൾ കണ്ടേക്കുന്നത് ഇപ്പം തല്ലാൻ വേണ്ടിട്ട് എടുക്കുന്നതാണ്. സ്കൂളിലെ ടീച്ചർമാരുടെ കയ്യിലൊക്കെ എപ്പോഴും ഓരോ ചൂരലുണ്ടാവും. അത് വെച്ചിട്ട് അടി കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേദനയായിരിക്കും. ഇപ്പം ചൂരൽ വെച്ചിട്ട് അടിയൊന്നും ഇല്ല തോന്നുന്നു. പിന്നെ അതിന്റെ കസേരകൾ നീ കണ്ടിട്ടില്ലേ? കസേരകൾ കണ്ടിട്ടില്ലേ? ഇതിന്റെ ബാംബുവിന്റെ കസേര. Oh yeah. അപ്പൊ അത് നമ്മുടെ സ്റ്റാർ റെഡി ആക്കിയിട്ട് വരാൻ വേണ്ടിട്ട്
സമയം എടുക്കും കേട്ടോ. പക്ഷെ എനിക്ക് ഒരു ഐഡിയ ഉള്ളവർക്ക് വലിയ പാടൊന്നുമില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വലിയ പാടൊന്നും ഉണ്ടാവില്ല. ഇവിടെ നന്നായിട്ട് ചീമ്പി ചെത്തി മിനുക്കിയിട്ടാണ് എടുക്കുന്നത്. പുറത്തോട്ടൊക്കെ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അകത്തുകൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് ഭയങ്കര പാടാണ്. ഇത് ഞങ്ങളിപ്പോൾ ഇവിടെ വീടിൻ്റെ താഴത്തെ നിലയിൽ ബേസ്മെൻറ്റിലായിട്ട് ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ പറഞ്ഞാൽ അവിടെ ഇരിക്കേണ്ട വീട് മൊത്തം വൃത്തികേടാവുന്നുണ്ട്. ഇനി ചാക്കരട് ഉണ്ട് കേട്ടോ. ചാക്കരട് വെച്ചിട്ടുണ്ട് അടുത്ത പണി. ഇനി ഇത് നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ചാക്കരട് അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് അല്ലേ. നമ്മുടെ ആസ്പിനോട് വന്നിട്ടുണ്ട് കേട്ടോ. ആസ്പിൻ ഒരു മൈൻഡില്ല. അപ്പൊ നമ്മള് ഇത് ചെത്തി മിനിക്കൊണ്ടിരിക്കാട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പരിപാടി നടക്കുള്ളൂ. കാരണം നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ പല സൈഡിൽ കൂടെ ഇങ്ങനെ അതിങ്ങനെ കട്ടായി പോയത്. അപ്പോൾ ഇത് ചെത്തി അത് ചെത്തണ ഒരു സാധനം ഉണ്ട് പോൾസെൻ്റെയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെത്താൻ വേണ്ടിയിട്ട് എടുക്കണം അല്ലേ. ഇത് വെച്ചിട്ട് ചീമ്പി ഇങ്ങനെ കനം കുറഞ്ഞ 10 എണ്ണം, അത് എത്ര നീളത്തിലാണെങ്കിൽ അത്രയ്ക്ക് എടുക്കുക. എന്നിട്ട് അഡ്ജസ്റ്റ് ഇങ്ങനെ അതൊക്കെ ഇട്ട് കളഞ്ഞ് നമ്മളിങ്ങനെ ഈ അഡ്ജസ്റ്റ് റബ്ബർ ബാൻഡ് കൊണ്ട് നമ്മൾ ടൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കോല് വെച്ച് കൊടുക്കും. ഇതേപോലത്തെ 5 എണ്ണം കൂടി വേണം. ഇത് കുഞ്ഞിന് എത്ര വേണം? 5 എണ്ണം. ചെറുത് 5 എണ്ണം. ഇതേപോലത്തെ കോല് 10 എണ്ണം വേണം. അത് അതിന്റെ എഡ്ജസ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ രാഗി കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് അല്ല നല്ല ഫിനിഷിങ്ങിൽ എടുക്കണം. അപ്പൊ അതാണ് ഇപ്പോൾ ഇവിടെ പോൾസെന്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഹസ്ബൻഡ് ഞങ്ങളുടെ ഇവിടെ ബേസ്മെന്റിൽ ചെറിയൊരു ക്രിസ്മസ് ട്രീ ഇരിക്കുന്നുണ്ട്. ആളതിന്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടിന്റെ മുകളിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതൊന്ന് നിറച്ച് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത്. അതും ഏത് നേരം കയറും. അതുമേത്തെ കുറെ ലൈറ്റുകളൊക്കെ അവൻ താഴെ എടുത്തിട്ടുണ്ട്. ഇറങ്ങണ ചക്ക അവൻ പിന്നെ ലൈറ്റ് ഇല്ലാത്തതാണ് കുഴപ്പമില്ല. അത് ഞങ്ങൾ അവന് കയറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല. മറ്റേന്ന് കയറുമ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. കാരണം ഉള്ള ഓർണമെന്റ്സ് ഒക്കെ ആസ്പിന്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടാണ്. എന്റെ പൊട്ട അങ്ങടെ ഇറങ്ങേ ചെക്ക മേത്ത് കുത്തിക്കൊണ്ടുണ്ടാവും. നമുക്ക് ഇഷ്ടം. അവന് ഇഷ്ടമാണ്. ഇത് വന്നേ നീയേ. എന്താ പ്രശ്നം? ആസ്പിൻ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ചങ്കിട്ട് ആസ്പിൻ അവിടെ അവിടെ ചെന്നിട്ട് ആസ്പിൻ 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 ആസ്പിൻ. നമ്മളിതേപോലത്തെ 10 എണ്ണം എടുക്കണം. എത്ര സൈസാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ ഹൈറ്റിന് 10 എണ്ണം കട്ട് ചെയ്തെടുക്കുക. 10 എണ്ണം റെഡി ആയി അല്ലേ? 10 എണ്ണം റെഡി ആയിട്ടുണ്ട്. 1 2 4 5 6 7 8 9 10. 10 വലിയ സ്റ്റിക്കും. എത്ര ഹൈറ്റാണ് നമുക്ക് ഈ സ്റ്റാറിന് ആവശ്യമുള്ളതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഒക്കെ ഇടുന്നുണ്ട് നമുക്ക്. അപ്പം അതിന് നമുക്ക് ഒരു 5 ഇഞ്ച് ഹൈറ്റിലൊരു 5 സ്റ്റിക്ക് വേണം. അത് നമ്മളത് ഇതിൻ്റെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതായിട്ട് ആദ്യം ജോയിൻ ചെയ്തതിന് ശേഷം ഈ 5 എണ്ണം വെച്ച് നമ്മൾ ഹൈറ്റ് റേസ് ചെയ്യും. അല്ലെങ്കിൽ പൊന്തിച്ചില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർ ഒട്ടിയ പോലെ ഇരിക്കും. അപ്പൊ എന്തോരം അങ്ങനെ പൊന്തിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പൊന്തിച്ച് കഴിഞ്ഞാൽ സ്റ്റിക്ക് നിക്കത്തില്ല. നമുക്ക് ഇവിടെ പിടിച്ചത് ഇങ്ങനെയാണ് പൊന്തിക്കാൻ വേണ്ടിട്ട് പോവാ. ഇതിനാണ് ഇവര് ഈ മുള വേണമെന്ന് പറയണേ കേട്ടോ. ഇങ്ങനെ അവര് ഈ മുളയാകുമ്പോ ഒരു ഫ്ലെക്സിബിൾ ആണല്ലോ.
അതാണല്ലേ മുള വേണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പി. അത് മരം കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞത് കേട്ടാ. ഇത്ര ഉയരം നമുക്ക് കിട്ടും ഇതിന്റെ സ്റ്റാറിന്റെ ഉള്ളില്. ഇത് കുറച്ച് കൂടുതലാണ്, നമുക്ക് ഇത്ര കട്ട് ചെയ്ത് കളയാം. അധികം ഉയരം കൂടിയ ഈ സ്റ്റിക്ക് പൊട്ടിപ്പോവും. ഒരു ബൾബ് ഇടാനുള്ളത് പിന്നെ ആ സ്റ്റാറിന്റെ ഒരു ഭംഗിക്കുള്ളത് അത്രയ്ക്ക് ഒരു ഇത് മതി. അടുത്ത സെഷനിൽ കാണാം. അടുത്തത് റബ്ബർ ബാൻഡ് ഇല്ല ഞങ്ങളുടെ അടുത്ത്. റബ്ബർ ബാൻഡും പിന്നെ ഇതുമ്മ ഒട്ടിക്കാനുള്ള പ്ലാസ്റ്റിക്കിന്റെ കളറ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി അത് പോയിട്ട് അത് വാങ്ങിച്ചിട്ട് വരട്ടോ. കാരണം ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചത് ഉണ്ടാക്കണ കാരണം ഉണ്ടാക്കണ കാര്യം. അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ളത് ചാക്കേറ്റാണ്. അപ്പൊ അവസാനം പറഞ്ഞു ചാക്കേറ്റിനേക്കാളും നല്ലത് റബ്ബർ ബാൻഡ്. അപ്പൊ റബ്ബർ ബാൻഡും പിന്നെ തിളങ്ങണ പേപ്പറും അല്ലേ. Gold, green, white. ഗോൾഡ്, green and white. മതിയാ? ഓക്കെ, അപ്പൊ ഞങ്ങൾ ഈ പോയിട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് വരട്ടെ. Also, mommy, your wire. That's better. അലീന മറിയ അവിടെ നീന ഇരുന്നിട്ട് ഒരു ഇതുണ്ട് കേട്ടോ, ഒരു കമ്പി കൊടുത്തേക്കാണ്. അതുമേ അവന്റെ കളി. അപ്പൊ പോൾസൈൻ്റെ നമ്മുടെ സ്റ്റാർമ് വയ്ക്കാനുള്ള പേപ്പർ വാങ്ങാൻ വേണ്ടിട്ട് പോയേക്കാട്ടോ. അപ്പൊ അതാ നമ്മുടെ ആസ്പിൻ ഇവിടെ കിടന്നിട്ട് നല്ല ഉറക്കമായിട്ടുണ്ട്. ഇത് എല്ലാ ദിവസവും ആസ്പിൻ കിടക്കണ ചെയറാട്ടോ. ഞാനാണ് ഈ ചെയറിന് നേരത്തെ ഇരുന്നിട്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ ആളിരുന്ന് നല്ല ഉറക്കമായി. ആള് പകല് കുറെ നേരം ഉറങ്ങൂട്ടോ. രാത്രി എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ഉറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ആള് അവിടെ നടക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. രാത്രി ഫുള്ള് മിക്കപ്പോഴും കുറച്ച് നേരമൊക്കെ ഉറങ്ങുള്ളൂ. പകല് നല്ലൊരു ഉറക്കം ഉറങ്ങും. പിന്നെ ഇങ്ങനെ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ആളെ എഴുന്നേക്കുള്ളൂ. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് നേരമായിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് സ്റ്റാർ ഉണ്ടാക്കുന്ന പരിപാടി ഇന്ന് നേരം വെളുപ്പിനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ചോറും കറിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറ് വെച്ചിട്ടുണ്ട്, പിന്നെ കാളകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഏത്തക്കായ, പച്ച ഏത്തക്കായ ഉണ്ടല്ലോ, അത് ഒലത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും പിന്നെ നീനയും നീ എവിടെ ഇല്ല, നീ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയേക്കാണ്. ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഇവിടെ താഴെ ബേസ്മെന്റിലാണ് ഇരിക്കുന്നത്. പുറത്ത് ഇന്ന് ഭയങ്കര ക്ലൗഡി ആട്ടോ. പിന്നെ മഴയുണ്ട്, ചെറുതായിട്ട് മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്, നല്ല തണുപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് പുറത്തേക്കൊന്നും പോകാൻ വേണ്ടിട്ട് പറ്റില്ല. അപ്പൊ നമ്മുടെ സ്റ്റാർ ഉണ്ടാക്കുന്ന പണിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യാസ്മിൻ പല നേരമൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അയാള് നല്ല ഉറക്കായി. നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ വന്ന് കിടക്കും ആള്, നല്ല ഉറക്ക. നല്ല തണുപ്പുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ ചെറിയൊരു ഹീറ്റർ വേറെ സെപ്പറേറ്റ് ഓണാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ നല്ല ചൂട് കിട്ടുന്നുണ്ട്. ഇനി ഇവൻ ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും സ്റ്റാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇവൻ്റെ കാത് കുത്തിയിട്ട് ഞങ്ങൾ കമ്മലിടാൻ പോകും അല്ലേ? ചുമ്മാ വന്നതേട്ടാ. Hi, Papa. Another color on lo. അപ്പോൾ അതാ പോൾസേട്ടൻ കടയിൽ പോയിട്ട് റബ്ബർ ബാൻഡും പിന്നെ എന്താ സ്റ്റാർ ഒട്ടിക്കാനുള്ള പേപ്പറും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കളറാണ് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഒറ്റ കളറിലാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഭംഗി ഉണ്ടാകുമായിരിക്കും ഒറ്റ കളർ. പക്ഷെ എനിക്ക് 2-3 കളറായിരുന്നു ഇഷ്ടം. പക്ഷെ പോൾസേട്ടൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ പോൾസേട്ടൻ എന്താ അവിടെ റബ്ബർ ബാൻഡ് 2 എണ്ണം എടുത്തിട്ട് 2 കോലം എടുത്തിട്ട് അതിൻ്റെ തുമ്പത്ത് റബ്ബർ ബാൻഡ് ചിറ്റി മുറുക്കി റെഡിയാക്കാട്ടെ. അത് എല്ലാവരും എനിക്ക് തോന്നുന്നു ഇതേപോലെ ഓരോന്ന് ചെയ്ത് വെക്കണം അല്ലേ? 2 വെച്ചിട്ട് ഇതാ റബ്ബർ ബാൻഡ് പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടാ. ചാക്കറ്റിട്ട് കെട്ടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് എന്താ പറയാ, അത്രയ്ക്ക് ബലത്തിൽ നിൽക്കില്ല അല്ലേ? റബ്ബർ ബാൻഡ് ആകുമ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിളാ അല്ലേ? അങ്ങനെയിട്ട് നീങ്ങാനൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. ഇതാ അടുത്ത സ്റ്റിക്ക് വെച്ചു. അപ്പൊ ആ കോലിന്റെ ഒരു സൈഡ് കെട്ടി ഞാൻ
അടിയില് വേറൊരു ഇതാ ഇത് വെച്ചിട്ട് വേറൊരു സ്റ്റിക്ക് വെച്ചിട്ട് വെട്ടാണ് അല്ല കെട്ടാണ്. അത് നോക്കി തന്നെ പഠിക്കണം കേട്ടോ. ബോൾസന്റെ പറയണമെന്നില്ല, ബോൾസന്റെ സ്പീഡിൽ പോവാ. ബോൾസന്റെ ഒരു മാഷാക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് വേഗം വേഗം കെട്ടണ എന്താ റബ്ബർ ബാൻഡ് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. റബ്ബർ ബാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാലോ, സ്റ്റാറിന്റെ ഷേപ്പ് അറിയാലോ. ആ സ്റ്റാറിന്റെ ഷേപ്പില് റബ്ബർ ബാൻഡ് ചുറ്റി കൊടുക്കാം. അതന്നെ പരിപാടി. പിടിക്കണോ? റബ്ബർ ബാൻഡ് പറയല്ലോ. വലിയ പാടില്ല കേട്ടോ. റബ്ബർ ബാൻഡ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ചിറ്റി കൊടുത്താൽ മതി. നല്ല ബലത്തിൽ നിൽക്കണുണ്ട്. ഇവിടെ ഇപ്പൊ സമയം എന്തായി? സമയം 12 മണി. ഉച്ചയ്ക്ക് ചോറിനാ നേരെ ഇട്ടിട്ട് കഴിഞ്ഞിട്ടാണോ ഭക്ഷണം കഴിക്കുന്ന? കുറച്ചിട്ട് പേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടാ ഷേപ്പ് ആക്കിയിട്ടാണ് ചോറിനാന്ന് പറഞ്ഞത്. ഞാൻ പോൾസന്റെ അടുത്ത് പോയി വന്നപ്പോൾ തന്നെ ചോറിനാന്ന് പറഞ്ഞത്. പോൾസന്റെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഷേപ്പ് ആക്കണം. ഷേപ്പ് ആവണുണ്ട് കേട്ടോ. Why does it look like that? അപ്പൊ നമ്മുടെ സ്റ്റാറിന്റെ ഇതാ എല്ലാ സൈഡും കെട്ടി സ്റ്റാറിന്റെ ഷേപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കിക്കേ, സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ട്. ഇനി അടുത്തതും ഇതേപോലെ തന്നെ ഉണ്ടാക്കണം അല്ലെ? കുറച്ചായിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടല്ലോ ആ ജോയിന്റിന്റെ അവിടെ നിക്കാൻ വേണ്ടിട്ട് ടേപ്പ് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ടേപ്പ് ഒട്ടിച്ച് നിക്കുക. ഗ്ലൂ ഉണ്ട് നമ്മുടെ ടേപ്പ് പക്ഷെ എനിക്കാണോ അതൊരു ഷേപ്പ് ആക്കിയിട്ട് കെട്ടാനത് ഒരെണ്ണം കിട്ടിയാൽ മതി. അപ്പൊ അതിന്റെ ഷേപ്പ് പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഫോൾസൈഡ് എന്താ ഇത് കെട്ടുന്നുണ്ട്, ചാക്കരട് കെട്ടുന്നുണ്ട്. ജോയിന്റിന്റെ എല്ലായിടത്തും കെട്ടുന്നുണ്ട്. ജോയിന്റിന്റെ അവിടെ ഇപ്പൊ ഒരെണ്ണം കിട്ടിയാൽ മതി. പിന്നെ മറ്റത് വെക്കുമ്പോ പിന്നെ നമുക്ക് ലാസ്റ്റ് ഫിനിഷിങ്ങില് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടാം. അത്യാവശ്യം കെട്ടി ഉറപ്പിച്ച് പോയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോ ചിലപ്പോ സ്റ്റാറിന്റെ ഷേപ്പിൽ നിന്നൊക്കെ മാറിയിട്ട് വേറെ എന്തെങ്കിലും ഷേപ്പൊക്കെ ആയിട്ട് വരും. ഇത് കണ്ടിട്ട് സൂപ്പറാവും തോന്നണത്. പക്ഷേ ഒറ്റ കളർ വയ്ക്കുമ്പോൾ എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇത് ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ ഡോൾ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് കടകളുണ്ട് കേട്ടോ. അവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സാധനം നമ്മൾ എടുത്താലും $1 കൊടുത്താൽ മതി. പക്ഷെ ആ കടയിൽ ഉണ്ടാവുന്ന വെച്ചിട്ട് നമ്മൾ പോയില്ല. അപ്പൊ പല കളറുകൾ വാങ്ങാന്ന് ചോദിച്ചു. പക്ഷെ ആ കടയിൽ ഉണ്ടായിരുന്നില്ല. ഇത് ഞങ്ങൾ വാങ്ങിച്ചത് വേറൊരു മൈക്കിൾസ് എന്ന് പറഞ്ഞ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പൊ ഇത് ഒരെണ്ണത്തിന് $8 നമ്മുടെ നാട്ടില് 600 രൂപയായിട്ടുണ്ട്. അപ്പോൾ ഹോൾസെയിലിന് അത് കാരണം ഒരെണ്ണം മതി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വാങ്ങിച്ചോളൂ. അല്ലെങ്കിൽ പിന്നെ പല കളറായിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ നമുക്ക് ഇതുകൊണ്ട് പിന്നെ വലിയ ഉപകാരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഹോൾസെയിൽ പറഞ്ഞാൽ നമുക്ക് ഒറ്റ കളറിൽ ഉണ്ടാക്കി നോക്കാന്ന് പറഞ്ഞു. നാട്ടിലേക്കാണെങ്കിൽ സാധാരണ 2-3 കളറുകൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒറ്റ കളറിൽ ഭംഗി ഉണ്ടാവും കേട്ടോ. സ്റ്റാർ നല്ല ഭംഗിയുള്ള നല്ല ഷേപ്പ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച കുറച്ചുകൂടി നല്ല വലിപ്പമുള്ള, പക്ഷെ ഇത് വലിപ്പം നല്ല പാകാട്ട, നല്ലൊരു ഒതുങ്ങിയിരിക്കണ ഒരു സ്റ്റാർ. ഇനി ഫുള്ള് റെഡി ആയിട്ട് വരുമ്പോൾ കാണാം. ഞാനിത് നാട്ടിലായിരുന്നാലും ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ തൂക്കിയല്ല, ഇങ്ങനെ പള്ളിയിലേക്ക് ആയിരുന്നാലും റോട്ടിലേക്ക് ആയിരുന്നാലും ഇങ്ങനെ സ്റ്റാർ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. അപ്പൊ നമ്മുടെ ആശിൻകുട്ടൻ എന്താ ഇവിടെ ഇരുന്നിട്ട് നല്ല ഉറക്കായിട്ട് ആള്. ഇപ്പൊ ഒന്നും എഴുന്നേക്കില്ല. ഒരു 3 മണിക്കൂറെ കഴിഞ്ഞാൽ ആള് എഴുന്നേക്കുള്ളൂ. അപ്പൊ നമ്മുടെ സ്റ്റാറിന്റെ ഒരു പാട്ട് നമ്മള് റെഡി ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പാട്ട് ഉണ്ടാക്കാട്ടാ. നമ്മള് നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ. പോകിനുള്ള എന്തായി സ്റ്റാർ സ്റ്റാർ ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ
2 സെറ്റാണ് ഉണ്ടാക്കണ്ടേ. നമ്മൾ ഏറ്റവും ആദ്യം 5 സ്റ്റിക്ക് എടുത്തതിന് ശേഷം ഈ കോർണറിലൊക്കെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടുക. എന്നിട്ട് ഏതെങ്കിലും 2 സൈഡ് നമ്മൾ ചാക്കുചരട് ഉപയോഗിച്ച് കെട്ടിയതിന് ശേഷം അതേപോലെ തന്നെ മറ്റേ സെറ്റ് ഉണ്ടാക്കുക. അത് ചാക്കുചരട് വെച്ച് കെട്ടുന്നതിന് മുമ്പായിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ലെവൽ നോക്കണം, എല്ലാ കോർണറും ഈക്വൽ ആണോ എന്ന്. എല്ലാ കോർണറും പെർഫെക്റ്റ്ലി അല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു അപ്രോക്സിമേറ്റ്ലി ശരിയാണെങ്കിൽ നമ്മൾ അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഈ കട്ട് ചെയ്ത് ചാക്കിഞ്ഞാട്ട് ഇട്ടിട്ട് അത് കെട്ടി വയ്ക്കുക. ഒരു സൈഡ് അല്ലേ? ആ, ഒരു സൈഡ് നമ്മൾ കെട്ടി കഴിഞ്ഞതാണ്. ഇപ്പൊ 2ാമത്തെ സൈഡാണ് നമ്മൾ കെട്ടാൻ പോണത്. ആദ്യത്തെ ഒരെണ്ണം നമ്മൾ അവിടെ കെട്ടി നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മുളയുടെ ഇത് വെക്കുമ്പോൾ നമ്മളിങ്ങനെ ആ സൈഡ് തന്നെ വെക്കണം കേട്ടോ, എല്ലാവരും ഒരു സൈഡിലേക്ക് തന്നെ പോകണം അല്ലേ കുറച്ചിട്ട്? ഒരു സൈഡിൽ വെച്ചാൽ അതിന്റെ ഭംഗിയുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലായിടത്തും അങ്ങനെ കിട്ടുന്നില്ല. ഒരു മുള ഉപയോഗിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതല്ല, ഈ ഇപ്പൊ ബോൾസേട്ടൻ ഒരെണ്ണം തെറ്റിയിരുന്നുണ്ടായിരുന്നില്ലേ ഇതിനകത്ത്? അതാ പറഞ്ഞത്. ഒരെണ്ണം പുറം ഭാഗം വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എല്ലാനും ഉൾഭാഗമായിരുന്നു. പക്ഷെ അത് എല്ലാനും ഇതേപോലെ തന്നെ വരണം കേട്ടോ. കണ്ടപ്പോ എല്ലാരും മുകളിൽ പച്ചയില്ല. അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ ഈ കോല് ചിലപ്പോ വെക്കുമ്പോ ഒരെണ്ണം ചിലപ്പോ ഉൾഭാഗം ചിലപ്പോ നമ്മള് കമത്തി വെക്കും. അങ്ങനെ വെക്കരുത് കേട്ടോ. ആ കോല് നമ്മൾ 10 എണ്ണം കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോ കറക്റ്റ് വലുപ്പമായിരിക്കണം അല്ലേ? അല്ലെങ്കിൽ ശരിയാവില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കെട്ടി കിട്ടുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും അല്ലേ ചിലപ്പോ. അത് അത്ര കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പേപ്പറിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി എന്താ ചെയ്യാ? ഇനി നമ്മള് ചെറിയ സ്റ്റിക്കുകൾ വെച്ചിട്ട് പൊന്തിക്കണം അല്ലേ? അല്ല, ഏറ്റവും ഈ റബ്ബർ ബാൻഡ് ഇട്ടിട്ടൂടെ ജോയിന്റ് ചെയ്യണം. അങ്ങനെ കനം കൂടിയതുകൊണ്ട് കുറച്ച് കൂടുതൽ വലിയ റബ്ബർ ബാൻഡ് എടുക്കണം. അതിന്റെ ഇപ്പൊ 5 സൈഡ് എല്ലാ സൈഡും ചെയ്യില്ലേ നമ്മള്? 5 സൈഡും ചെയ്യണം. അപ്പൊ ഈ 5 സൈഡും 2 പാർട്ട് എടുത്തിട്ട് ജോയിൻ ചെയ്യാട്ടാ. അത് റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ അലീന പോൾസേട്ടൻ കടയിൽ പോയ നേരം കൊണ്ട് പുറത്ത് പോയിട്ട് മരത്തിന്റെ ഈ ഉണങ്ങിയ കൊമ്പ് എടുത്തു കൊണ്ടുവന്നിട്ട് അടിപൊളി സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അലീന എടുത്ത അലീന സ്റ്റാർ ഇതാണ്. അലീന ഉണ്ടാക്കിയ സ്റ്റാർ കേട്ടോ. പോൾസേട്ടൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആള് വേഗം പുറത്ത് പോയിട്ട് മരത്തിന്റെ കൊമ്പുകൾ എടുത്തു കൊടുത്തിട്ട് ഉണ്ടാക്കിയത്. പക്ഷെ ഇവളുടെ എല്ലാ കൊമ്പുകളും എല്ലാ സ്റ്റിക്കുകളും കറക്റ്റ് വലുപ്പത്തിൽ വന്നിട്ടുണ്ടോ നോക്കി. ശരിക്കും കാണാൻ വേണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഒരു എന്താ പറയാ, ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ട് ഇതിന്. ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ആള് ഇനി ഉണ്ടാക്കി കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ക്രിസ്മസ് ട്രീമൊക്കെ ഇതേപോലെ ഞാൻ തീരാട്ടാ. ശരിക്കും ഇതിനൊരു പ്രത്യേക ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അലീന കളിയാക്കാം, ഇത് കുഞ്ഞു പിള്ളേർ ഉണ്ടാക്കണ പോലെയാണ്. പക്ഷെ നല്ല രസമായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഇത് അവസാനത്തെ ഈ ജോയിൻ ചെയ്യണത് 2-3 റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നല്ല മുറുക്കിയിട്ടാണ് ചെയ്യണത്. കാരണം പിന്നെ നമുക്ക് ഇതുമ്മ മറ്റേ നമ്മള് പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ലല്ലോ. നല്ല ഉറപ്പിൽ തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ തൂക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നല്ല കാറ്റൊക്കെ വരുമ്പോ ചിലപ്പോ വിട്ടു പോകും പെട്ടെന്ന്. നമ്മുടെ ആസ്പിൻകുട്ടൻ്റെ ഇവിടെ നല്ല ഉറക്കാട്ടോ. അങ്ങനെ ഞങ്ങൾ പൊതിപ്പിച്ച് ചെയ്യാണ്. തുറക്കുമ്പോ ആള് തല ഭയങ്കര ഉള്ളിലേക്ക് കൊണ്ടുപോവാ. തലയൊന്നും കാണാനില്ല, തലയൊക്കെ കാലിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ചെയ്യാം. എന്തിനടിയാണ് തുടർന്ന് നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ അതാ നമ്മുടെ സ്റ്റാറിന്റെ എല്ലാ സൈഡും കെട്ടി. ഇനി ഇത് അടുത്ത പണിയുണ്ടാ ചെയ്യണത്. ഇതാ നമ്മുടെ സ്റ്റാറിനെ പൊന്തിക്കണോ. സൂപ്പറായിട്ടുണ്ട്. എനിക്കവിടെ ഇതിന് ശരിക്കും പച്ചമുളക് തന്നെ നല്ലതെന്നാണ് അല്ലേ, പെട്ടെന്ന് ഒടിയാണ്ടിരിക്കാൻ വേണ്ടിട്ട് അല്ലേ? അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് ഇടിക്കായിരിക്കും അല്ലേ നാട്ടില് അല്ലേ? അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സ്റ്റാർ.
സൂപ്പറായിട്ട് പന്തലുണ്ട്. വളരെ അടിപൊളിയുണ്ട്. സൂപ്പർ സൂപ്പർ. നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം അല്ലേ? അയ്യോ കുഴപ്പമില്ല. എനിക്കാണ് ഭയങ്കര ഉണങ്ങിയ മുളയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊന്തിക്കുമ്പോൾ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളത്തിലിട്ടിട്ടാണ് എടുക്കണേന്ന് എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വെള്ളത്തിലിട്ടിട്ടായിരിക്കും. ഇതേ ആദ്യമേ ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ആ പൊന്തിച്ചേക്കണ കോലുമേ ഗ്ലൂ ഇടാണ്. ഇപ്പൊ നമ്മുടെ സ്റ്റാർ ഏതാണ്ട് ഒരു ഷേപ്പൊക്കെ ആയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് വെക്കാൻ വേണ്ടിട്ട് പോകട്ടെ. അപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ മറ്റേ ഒറ്റ ബൾബല്ലേ ഇടാറുള്ളത്, മറ്റേ വോൾട്ടർ ഇട്ടിട്ട് അല്ലേ? പക്ഷെ ഇത് നമ്മളിതാ ഇതേപോലത്തെ ഈ ക്രിസ്മസ് സ്ട്രീം ഇടുന്ന ലൈറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടാൻ വേണ്ടിട്ട് പോകട്ടെ. അപ്പൊ നമ്മള് പേപ്പർ ഒട്ടിക്കാൻ പോണതിന് മുമ്പ് അതിന്റെ ഉള്ളില് വയറൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ പേപ്പർ ഒട്ടിക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മള് പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ അതിന്റെ വയറിനെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ആസ്പിൻ ഇവിടെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ആസ്പിൻ 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 ചെറിയൊരു പൂച്ചോർക്കൊക്കെ ഇറങ്ങി എഴുന്നേറ്റിട്ട് വേഗം എഴുന്നേറ്റ് കാണും. അല്ലെങ്കിൽ അങ്ങനെ എഴുന്നേക്കല് പതിവില്ല കേട്ടോ. ഇന്നിവിടെ ഇതൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ട് എന്തൊക്കെയാ കാണിക്കണേ. അതിങ്ങനെ കെട്ടി ശരിയാക്കട്ടെ. ആസ്പിൻ നോക്കി പഠിക്കണുണ്ട് കേട്ടോ. അവനിത് എവിടെ തൂക്കണേന്ന് നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. അവൻക്കാണെങ്കിൽ ഇത് കീറി കളയാൻ. അവൻ ശരിക്കും ആ ഒരു സാധനം നശിപ്പിച്ചൊന്നും കളയില്ല കേട്ടോ. പക്ഷെ ട്രീയുടെ മുകളിൽ കയറണം. അത് മുകളിലെ ട്രീ വെച്ചിട്ടുണ്ട്. അതുമ്മേ വെച്ചൊന്ന് കയറി, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ദിവസം കയറി, പിന്നെ കയറിയിട്ടില്ല കേട്ടോ. കുളത്തിൽ എന്തായാലും നല്ല ബലത്തിലാട്ടോ കെട്ടണത്. കാരണം ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ചില സമയത്ത് ഭയങ്കര കാറ്റ് വരും. ഇത് പുറത്ത് ഇടാന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാ ഇതേപോലത്തെ മറ്റേ പേപ്പറിന്റെ ഇത് വാങ്ങാണ്ട് ഇതേപോലത്തെ വാങ്ങിച്ചത്. ഇത് മഴ കൊണ്ടാലും കുഴപ്പമില്ലാത്തതാണ്. അയ്യോ നിക്ക് കൂട്ടിക്കലും കഴിഞ്ഞു. ആ ലൈറ്റ് ഇങ്ങനെ വെക്കുന്ന ലൈറ്റ് ഇതേപോലെ ഇങ്ങനെ ഫുള്ളായിട്ട്. പുതിയ ഐഡിയ ഉള്ള അങ്ങനെയല്ല, ഇതിങ്ങനെ ഓരോ കൊമ്പുമ്പോ ഞാൻ കരുതി എല്ലാരും കൂടിയിട്ട് അതിന്റെ ഉള്ളിൽ അങ്ങനെ ഈ ഉള്ളിൽ നിൽക്കില്ലല്ലേ, കെട്ടി വെക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത് ഭംഗിയുണ്ടോ? എനിക്ക് അടുക്ക് നമുക്ക് കുറച്ച് ഇങ്ങനെ കൂടുതൽ വെക്കാൻ വേണ്ടിട്ട് പറ്റും. അത് രസമുണ്ടാവും അല്ലേ അലീന? എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ കുറേ സ്റ്റിക്കുമ്പോ ഇങ്ങനെ വെക്കാം. അതിന്റെ ബാക്കിയുള്ളത് അതിന്റെ ഉള്ളിൽ ഇടാൻ പറ്റും. നമ്മുടെ ലൈറ്റുകള് ഫിക്സ് ചെയ്യുന്ന പരിപാടി കേട്ടോ നടക്കണേ. ടെപ്പ് എടുക്കാൻ പറ്റാണ്ട് അതിന്റെ ഒരു എൻഡ് അവിടെ ഒട്ടിപ്പോയി. അപ്പൊ അലീനയുടെ മരക്കൊമ്പ് കൊണ്ടുള്ള സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ്. ആസ്പിൻ മാറി നിൽക്ക്, അല്ലെങ്കിൽ ബ്ലേഡ് നിന്റെ മൂത്തോളൂ. പെട്ടെന്ന് ഒടിയനുണ്ടല്ലോ. നിന്റെ സ്റ്റാറിന് എത്ര സ്റ്റിക്ക് വേണം?
പോൾസേൻ്റെ സ്റ്റാറുമ്മ ഇവിടെ ഈ ലൈറ്റ് ഇങ്ങനെ ആ സ്റ്റിക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാട്ടോ. അതിന് ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ അതിങ്ങനെ സ്റ്റിറ്റോർ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുക. അത് ആസ്മി കൊണ്ടുപോയിട്ടത് അവിടെ. എന്താ ചെയ്യണേ? കെട്ടാൻ തോന്നുന്നു. എല്ലാവരും ഒരുമിച്ച് കെട്ടണേ? രണ്ടെണ്ണം വെച്ചിട്ട് കെട്ടണത്. അവന് പുറത്തേക്ക് പോകാൻ പുറത്താ നല്ല മഴയും കാറ്റൊക്കെ ഉണ്ട്. തുറന്നുവിട്. പുറത്തേക്ക് പോട്ടെ. പോണവരൊന്നും പിന്നെ ഇങ്ങോട്ട് കയറി കയറിയിരുന്നിട്ടാ. നമ്മുടെ നീന അതെവിടെ ഇരിക്കണുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റാറിന്റെ ഉള്ളതാ ലൈറ്റ് കത്തിച്ച് നോക്കിയതാ കേട്ടോ. ലൈറ്റ് കത്തണുണ്ട്. അപ്പോൾ അലീനയുടെ സ്റ്റാർ ഇതാ കഴിഞ്ഞോണ്ടിരിക്കട്ടോ. കഴിഞ്ഞ അലീന? അത് കളിച്ചോണ്ടോ ചേർക്കൻ്റെ കുറുമ്പോക്കിക്കേ. നോക്കിയപ്പോൾ ചില ചെക്കൻ കാണിക്ക്. നോക്കിക്കേ. എടാ അമ്മേന്ന് വിടറാ. പുലിയാന്നോണേ പുലി. ഡാ പുലിക്കുട്ട. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ക്ലീനിങ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞോണ്ടിരിക്കട്ടാ. എന്നിട്ട് പറഞ്ഞ ഈ ടൈപ്പ് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാലേ ഇത് മറ്റേ പേപ്പർ ഒട്ടിക്കുമ്പോൾ അത് കീറി പോവില്ല. അതെ പോൾസേട്ട ഒരു ടിപ്പ് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിൽ പേപ്പർ ഒട്ടിക്കുമ്പോഴേ ആ കോർണർ എല്ലാവരും നമ്മൾ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് അവിടെ ആ കോർണർ കവർ ചെയ്തിട്ടുണ്ടെങ്കിലേ നമ്മുടെ പേപ്പർ കീറിപ്പോയില്ല എന്ന് പറഞ്ഞത്. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണല്ലോ. രണ്ട് ലെയർ വെച്ചിന്. അപ്പൊ നമ്മള് വാങ്ങിച്ചുകൊണ്ടേക്കണ പേപ്പറാണ് അതിന്റെ മുകളിൽ വെച്ചത്. പക്ഷെ ഈ പേപ്പർ ശരിയാവില്ല കേട്ടോ. ഇത് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയി പോയി. ഉള്ളിലിരിക്കുന്നത് എല്ലാരും ഫുള്ളായിട്ട് കാണാം. ഇനി എന്തെങ്കിലും നമ്മള് വേറെ വാങ്ങണം. ഈ മറ്റേ ക്രേപ്പ് പേപ്പർ ഒട്ടിക്കാം വൈറ്റ്. മറ്റേ അതിന്റെ മുകളിൽ ഒട്ടിച്ചോളാം. ഐഡിയ. മറ്റേ ക്രേപ്പ് പേപ്പർ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടാ. അപ്പൊ നമ്മുടെ അലീനയുടെ ഇതാ സ്റ്റാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആസ്മിന് പുറത്തേക്കാണ് അവള് കളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇതാട്ടോ നമ്മുടെ അലീന ഉണ്ടാക്കിയേക്കണ മരച്ചില്ല അല്ല ചില്ലിക്കൊമ്പ് കൊണ്ടുള്ള സ്റ്റാർ. പിന്നെ ഉണ്ടല്ലോ ഞങ്ങളുടെ സ്റ്റാർ ലൈറ്റ് ഒക്കെ ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് വെച്ചേക്കാണ്. നിങ്ങൾ കണ്ടതല്ലേ മറ്റേ പേപ്പർ വെച്ച് കഴിയുമ്പോൾ അത് ശരിയായില്ല. ഇനിയിപ്പോ വേറെ പേപ്പർ പോയി വാങ്ങിച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവസരം കുളിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് പോയിട്ട് വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇനി ഉണ്ടാക്കുള്ളൂ. അത് എന്നോട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പണിയാ. വീടിനുള്ള അടുക്കളയിൽ എപ്പോൾ ചെന്നാലും എന്തെങ്കിലുമൊക്കെ പണികളുണ്ട്. അതാണ് ഞാൻ മുകളിലേക്കൊന്നും പോണില്ല. കുറച്ച് നേരം ചായ കുടിക്കാൻ നേരമായിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഈ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം. പുറത്ത് ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കട്ടോ. ആകെ ഇങ്ങനെ മൂടി നിൽക്കാന്ന്. അപ്പോൾ ഇനി അടുത്ത പേപ്പർ വരുമ്പോഴേക്കും ഞാൻ ഇവിടേക്ക് അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഇത് മൊത്തം ഇനി ചവിട്ടി എല്ലായിടത്തും ആവും.
ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനും അലീനയും ഗീനയും കൂടിയിട്ടാണ് ചെയ്യണത്. പോൾസേട്ടന് ഷേപ്പൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ ഒരു പ്രാവശ്യം പോൾസേട്ടൻ വേറെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വെച്ചിട്ട് ചെയ്തു. പക്ഷെ അത് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. പിന്നെ ഇന്നോടെ നല്ല വെതറാട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒന്ന് നടക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോൾസേട്ടൻ ഞങ്ങൾ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ പോൾസേട്ടൻ അങ്ങോട്ട് പോയി. അപ്പോൾ എന്നാൽ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ളതും കൂടിയിട്ട് ഫിനിഷ് ചെയ്തിട്ടാ. അപ്പൊ അലീന ഇവിടെ സ്റ്റാറിന്റെ ഈ തുമ്പത്ത് ഇടുന്ന സാധനം കാണിച്ചു. അലീന അതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് സ്റ്റാറിന് പല കളറൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങള് വൈറ്റില് ലാസ്റ്റ് വൈറ്റില് തന്നെ ചെയ്യും. ഞങ്ങള് ഈ രാത്രി ആവുമ്പോ ഇട്ട് കഴിയുമ്പോ എനിക്കൊന്ന് കാണാൻ വേണ്ടിട്ട് രസം ഉണ്ടാവും വിചാരിക്കണം. സ്റ്റാറിന്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ ഒരു സ്ട്രൈപ്പ് പോലെ ഇങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ കൊടുക്കാമെന്ന് റെഡ് വെച്ചിട്ട് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഭംഗിയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വയ്ക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം വെച്ച് കഴിഞ്ഞിട്ട് ഭംഗിയില്ലെങ്കിൽ എടുത്ത് മാറ്റാം. അപ്പൊ ഈ റെഡ് ഒട്ടിച്ചു. ഇനി ഞാനിവിടെ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്, പച്ച കളർ എടുത്തിട്ടുണ്ട്. പച്ചേനെ ഒട്ടിക്കാൻ വേണ്ടിട്ട് പോകട്ടെ. നമ്മുടെ ചെയ്യണ്ടല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം. നമ്മളെ ആരും ചീത്ത പറയാൻ വേണ്ടിട്ട് വരില്ല. നോക്കട്ടെ, പച്ച ഒട്ടിച്ച് നോക്കട്ടെ കേട്ടോ. നല്ല കളർഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് കളർ കോമ്പിനേഷൻ? Christmas colors. ക്രിസ്മസ് കളറാ. എങ്ങനെയാ? സൂപ്പറാ. ഞാൻ അപ്പൊ നമ്മുടെ സ്റ്റാർ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇനി നോക്കിക്കേ. ഇനി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിക്കട്ടാ. ഇപ്പൊ നേരെ ഇരുട്ടായിട്ടില്ല. നല്ല ഇരുട്ടാവുമ്പോ ഞാൻ ഒന്നുകൂടി കാണിക്കാം. പക്ഷെ നമുക്കിപ്പോൾ അകത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലൈറ്റ് ഓഫ് ചെയ്ത് നീയാ ലൈറ്റ് ഓഫ് ചെയ്ത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇരുട്ടത്ത് നമുക്ക് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നീയാ ലൈറ്റ് ഓഫ് ചെയ്ത്. ഭംഗിയുണ്ടാ? നീയാ നോക്കിക്കേ. അവിടെ നോക്കിക്കേ. അനീനക്ക് ഇഷ്ടയാ? അടിപൊളി. നീ അലീനക്ക് ഇഷ്ടയാ? ശരിക്കും രാത്രി നല്ല ഇരുട്ടത്ത് കാണണല്ലേ. അപ്പൊ ഇതാട്ടോ നമ്മുടെ സ്റ്റാർ. അപ്പൊ നമുക്ക് ഇനി രാത്രി ആവുമ്പോ ഒന്നുകൂടി നല്ല ഭംഗിയിൽ കാണാം. അപ്പോൾ നമ്മുടെ ആസ്പിൻ ദേ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ ഇരുന്നപ്പോൾ അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായില്ല. ആരും അവനെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ മൈൻഡ് ചെയ്യാണ്ടായിരിക്കുമ്പോൾ ആളിങ്ങനെ തന്നെ വന്നിട്ട് ഒരു സ്ഥലത്ത് വന്ന് കുത്തിരിക്കും. എന്താ ഒരു മൈൻഡില്ല. ചില സമയത്ത് അവന് ഭയങ്കര പിണക്കാ. ആസ്പിനെ പിണക്കത്തിലാണ്. ഇനി നമ്മൾ എടുത്തൊക്കെ കൊണ്ടുപോയി കളിപ്പിച്ചാലൊക്കെ ആൾ വരുള്ളൂ. അല്ലെങ്കിൽ ആൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും പിണങ്ങിയിട്ട്.
അതെ, അവർ 3 പേരും കൂടിയിട്ട് അവിടെ നിന്ന് വർത്താനം പറയാം. അപ്പോൾ ആസ്പിനെ കളിപ്പിക്കണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആള് ഇവിടെ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്. Are you sure you guys don't want to go get some? ആസ്പിൻ ആസ്പിൻ ചേച്ചിയുടെ സ്റ്റാർ നോക്കിക്കേ. അപ്പോൾ ഞങ്ങൾ പുറത്ത് സ്റ്റാർ ഇടാൻ വേണ്ടിയിട്ട് പോകട്ടോ. പോൾസൈഡ് വന്നിട്ടുണ്ട്. പോൾസൈഡിന് അവിടെ അതിൻ്റെ ഉള്ളിൽ ആണി തറയ്ക്കാണ് സ്റ്റാർ ഇടാൻ വേണ്ടിയിട്ട്. ഈ ഗസീബയുടെ ഉള്ളിലാട്ടോ ഞങ്ങൾ ഇടണത്. അപ്പോൾ ഇവിടെ അടുക്കളയുടെ ഇത് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ അടുക്കളയുടെ ജനലിൻ്റെ അവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും സ്റ്റാർ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെയാണ് വയ്ക്കുന്നത്, ബാക്കിലാണ് വയ്ക്കുന്നത്. ഇവിടെ ആകുമ്പോൾ പിന്നെ സ്റ്റാർ നനയുകയും ചെയ്യില്ലല്ലോ. എടുത്ത സൈഡിൽ വെച്ചണോ? അപ്പം എൻ്റെ സ്റ്റാർ ഇതാ തൂക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർ കത്തിട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാർ പുറത്ത് തൂക്കിയിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർ. നല്ല തണുപ്പുണ്ട് പുറത്ത്. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ തന്നെ വേറൊരു കുഞ്ഞ് സ്റ്റാറും വയ്ക്കുന്നുണ്ട്. കട്ടിൽ ഓ അപ്പോൾ ഇതാട്ടോ നമ്മുടെ സ്റ്റാർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. വലിയ കുഴപ്പമില്ലാണ്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് മറ്റേ ആ സ്ട്രൈപ്പ് പോലെ കൊടുത്തത് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്.